കാണാറുണ്ടോ? ആന്റിക്ക് എന്ത് തോന്നുന്നു? എന്തായിരുന്നു ഇഷ്ടം? കാരണം എന്താണ്? പറ, ഇഷ്ടം കാരണം പറ. എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് എല്ലാവർക്കും ആഹാരം കൊടുക്കും. നല്ല കുട്ടിയായിട്ട് പഠിക്കും കേട്ടോ. ഫോട്ടോ എടുക്കാൻ ആണോ? വേണ്ടേ? ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് ഞാൻ പോയത്. എനിക്ക് വരുമ്പോഴും നിങ്ങളൊക്കെ ഇവിടെ ചിരിച്ച മുഖത്തോടെ ഉള്ളതുകൊണ്ടൊരു സമാധാനം. ഇനി പുറത്തേക്ക് ഇറങ്ങിയാലേ അറിയാം വേറെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ഇതുവരെ ഒന്നും അറിഞ്ഞൂടാ. ഇവരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി വേണം അറിയാൻ. നിങ്ങളൊക്കെ എനിക്കെതിരെ വല്ല ട്രോളൊക്കെ ഇറക്കുന്നതൊക്കെ ഇനിയേ അറിയാൻ പറ്റും. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം എനിക്ക്. കാരണം ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു ആർ. പിന്നെ എൻ്റെ പ്രേക്ഷകർ, അവരുടെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് യമുന റാണി എന്നും ഈ ഇൻഡസ്ട്രിയിലുള്ളത്. ഇനിയും മുന്നോട്ട് അവരുടെ ആ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് എനിക്ക് വേണ്ടത്. അതെന്നും ഉണ്ടാവും. താങ്ക് യു. കഥകളൊക്കെ കേൾക്കട്ടെ. ഇവര് പറയും ബാക്കി കഥ എന്തൊക്കെയാണ്. എനിക്ക് സത്യത്തിൽ അവിടെ നടന്നിരുന്നു ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. പൊതുവെ ഓർമ്മക്കുറവായത് കൊണ്ടും ഇത് അവിടെ കിളിപോയ അവസ്ഥയായതുകൊണ്ടും പോയതുകൊണ്ട് അവിടെ എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളതൊക്കെ ഇനി ഇവര് പറഞ്ഞു വേണം എനിക്കറിയാൻ. ഇനി ഞാൻ പോയി അവരുമായിട്ട് കുറച്ച് സംസാരിക്കാം. ശരി, താങ്ക് യു ഗെയ്സ്. അല്ല, ഞാൻ ശരിക്കും അവിടെ കയറിയത് ഒരു ഏജ് ഡിസ്ക്രിമിനേഷനെതിരെ നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കയറിയത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ശരിയാണ് വിശ്വസിക്കുന്നത്. കുട്ടി ആരാധകരാണ് കൂടുതലും. അതെ, കുട്ടി ആരാധന ഇപ്പം കൂടിയല്ലോ. അപ്പൊ ഞാനവിടെ കുട്ടിയായിട്ടൊക്കെ അഭിനയിച്ചിട്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തുണ്ടോ. അതെന്താണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ആ ഒരു ടാസ്കില് ഒരു 4 വയസ്സായ കുട്ടിയായിട്ടൊക്കെ ഞാനൊരു കുട്ടിയാണെന്നൊക്കെ അവര് വിചാരിക്കുന്നു.